ഗായ്സ്, ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടലയുണ്ട ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് പുഴുങ്ങനരി കഴുകി വൃത്തിയാക്കാം. ഇനി നമ്മൾക്ക് ഗ്രൈൻഡറിലിട്ട് അരി അരിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇത് നന്നായി അരയട്ടെ. ആ സമയത്ത് നമുക്ക് കടല കഴുകാം. ഇനി നമുക്ക് കടല കുക്കറിലേക്കിടാം. ഇനി നമ്മൾക്ക് ചെറിയ കഷ്ണം തക്കാളിയും പറങ്കിയും ഇതിലേക്ക് ഇടുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പറങ്കിപ്പൊടിയും ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. ഇനി നമ്മൾക്ക് വേവിച്ചെടുക്കാം. കടലക്കറിക്ക് ആവശ്യമായ തേങ്ങ ജീരകവും ഇട്ട് അരച്ചെടുക്കുക. നമ്മളെ കടല വെന്ത് വരുന്നുണ്ടേ. ഇതാ നമ്മളുടെ അരി ഇപ്പോൾ ഏകദേശം അരയാനായിട്ടുണ്ട് കേട്ടോ. നമ്മളെ കടല വെന്തിരിക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇതിൽ അരച്ചു വെച്ച തേങ്ങ ഇടുക. ഇനി ഇത് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് സവാളയും കരിവേപ്പിലയും വറുത്തിടണം. കടുക് വറുത്തിടുന്നതിനെക്കാട്ടും ഉള്ളിയും കരിവേപ്പിലയും വറുത്തിടുന്നതാണ് ഏറ്റവും നല്ല രുചി. ഇനി നമുക്ക് ഇത്തിരി എണ്ണ ഒഴിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പിന്നെ കരിവേപ്പിലയും ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കണേ. ഉള്ളിയെല്ലാം നന്നായി വാടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ചേർക്കാം. നല്ല മണമാണ് കേട്ടോ. ഇനി കടലയുണ്ടേക്ക് ആവി കയറ്റാനായി കുറച്ച് വെള്ളം എടുക്കുക. ഇനിയാണ് ശരിക്കുള്ള പണി ഗൈസ്. ഇനി ഇത് മുഴുവൻ ചെറിയ ഉണ്ടകളായി എടുക്കണം. സ്കൂളിലെ ദിവസങ്ങളിലൊന്നും അമ്മ ഇത് ഉണ്ടാക്കി തരൂല. എന്തുകൊണ്ടെന്നാൽ ഇത് ഉണ്ടാക്കാൻ നല്ല പണിയാണെന്ന്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉണ്ടകൾ ആക്കുക. അങ്ങനെ കുറേ ഉണ്ടകളാക്കി കഴിഞ്ഞു കേട്ടോ. നമ്മളപ്പോൾ എല്ലാ ഉണ്ടകളും ആക്കിയിരിക്കുകയാണ്. കടലക്കറിക്ക് പകരം നമുക്ക് ചെമ്മീൻ കറിയോ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അതിന് അത്രത്തോളം ടേസ്റ്റ് കൂടും. ഇതിനി വെന്ത് വരട്ടെ. അങ്ങനെ ഉണ്ടയെല്ലാം വെന്ത് കിട്ടി. ഇനി ഇത് കടലയിലേക്ക് ഇടണം. അങ്ങനെ നമ്മുടെ കടലുണ്ടി റെഡിയായി ഗായ്സ്. ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് ചായ കുടിക്കാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടാക്കാം? പൊള്ളു.